നമസ്കാരം. റഷ്യയുടെ ചുവന്ന ചതുരത്തിൽ വിജയദിന പരേഡിന്റെ ആവേശം അലതല്ലുമ്പോഴും ലോകം ഉറ്റുനോക്കിയത് വ്ളാഡിമിർ പുടിൻ എന്ന ഭരണാധികാരിയുടെ വാക്കുകളിലേക്കായിരുന്നു. ഉക്രൈൻ അതിർത്തികളിൽ യുദ്ധകാഹളം അടങ്ങുമ്പോഴേക്കും പടിഞ്ഞാറൻ ഏഷ്യയിൽ പുകയുന്ന മറ്റൊരു വലിയ യുദ്ധസമാനമായ അന്തരീക്ഷം തണുപ്പിക്കാൻ പുടിൻ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നു എന്ന അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും കാലപ്പഴക്കം ചെന്ന ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് പുടിൻ ഇത്തവണ എത്തിയത്. ഇറാൻ ആണവോർജത്തെ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നും അതിനുള്ള തെളിവുകൾ റഷ്യയുടെ പക്കലുണ്ട് എന്നും അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇറാന്റെ പക്കലുള്ള യുറേനിയം ശേഖരം റഷ്യയിലേക്ക് മാറ്റാമെന്ന പുടിന്റെ വാദം കേവലം ഒരു സാങ്കേതിക നീക്കം മാത്രമല്ല, മറിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഇറാനുമേൽ അടിച്ചേൽപ്പിക്കുന്ന അനാവശ്യ ഭീതിയെ ഇല്ലാതാക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ കൂടിയാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചുവരവ് ആഗോള രാഷ്ട്രീയ ചതുരംഗത്തിൽ പുതിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഉക്രൈനിൽ പ്രഖ്യാപിക്കപ്പെട്ട വെടിനിർത്തൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമാണ്. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട.